ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത കിഡിലോസ്കി ഒരു ഹിന്ദി ക്രൈം മിസ്റ്ററി ത്രില്ലർ കഥയാണ്. ഈ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി റിലീസായ ആസിഫ് അലിയുടെ സൂപ്പർ ഹിറ്റ് മൂവി മലയാളത്തിലെ കിഷ്കിന്ത കാണ്ടൂലെ അതിനേക്കാൾ ട്വിസ്റ്റുള്ള ഒരു കിടിലൻ കഥയാണ്. അതുപോലെ ഈ ഒരു കഥ കണ്ടു കഴിയുമ്പോൾ മറ്റൊരു സൂപ്പർ ഹിറ്റ് കഥയുടെ ചില ത്രെഡുകൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ ആ ഒരു കഥ ഏതാണെന്നും അതുപോലെ ഇന്നത്തെ മൂവി എങ്ങനെ ഉണ്ടായിരുന്നെന്നും എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റുമെന്നും കമന്റ് ബോക്സിൽ ഒന്ന് പറയും. ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാനും വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും ഒരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ മാക്സിമം ഒന്ന് തട്ടിവിട്ടേക്കണേ. കഥ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കഥകൾക്കായിട്ട് നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തിലെ ഏതോ ഒരുത്തനിലെ ഒരു പെൺകുട്ടി ഡ്രസ്സ് മാറ്റുന്നത് ജനലിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആരാണ് ഈ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഈ കഥയിലെ നായകനായിട്ടുള്ള കുറച്ച് പ്രായം ചെന്ന ഒരു മുത്തശ്ശൻ. ഇങ്ങേരുടെ പേര് മിശ്ര എന്നാണ്. അതുപോലെ മിശ്രയുടെ ഭാര്യ മഞ്ജു. അപ്പൊ മഞ്ജു ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, മുട്ടിന്റെ വേദന വല്ലാതെ കൂടുക, കുറയുന്നില്ല. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ദിവസവും അമ്പലത്തിലേക്ക് പോണെന്ന് വാശി പഠിക്കുന്നതിനാ. അപ്പോഴല്ലേ ഈ സ്റ്റെപ്പ് ഇങ്ങനെ വല്ലാതെ കയറി ഇറങ്ങേണ്ടി വരുന്നത്. ആഴ്ചക്ക് ഒരിക്കൽ പോയാൽ പോരെ, ഇവിടെ പൂജാ റൂമും ഇല്ലേ, ബാക്കി ഇവിടുന്ന് പ്രാർത്ഥിച്ചാ പോരെ. എവിടുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ. എന്റെ സിറ്റുവേഷൻ നിനക്ക് അറിയുന്നല്ലേ. ട്രീറ്റ്മെന്റിന് പൈസക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നിപ്പോ മോൻ വിളിക്കുമല്ലോ, അപ്പൊ അവനോട് കാര്യം പറഞ്ഞു നോക്കാം. അങ്ങനെ തന്റെ ഭാര്യയും കൂട്ടിയിട്ട് ട്രീറ്റ്മെന്റിന് പോകാൻ ഇറങ്ങുമ്പോ ഒരു റിക്ഷക്കാരോട് പറയുന്നുണ്ട്, നിനക്ക് 50 തരാൻ പറ്റില്ലേ, ആകെ എന്റെ 40 ഉള്ളൂ. എന്റെ പൊന്നു സാറെ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല, എന്നും ഒരേപോലെ ബാർഗൈനിങ്. ആകെ ഒരു മോനല്ലേ ഉള്ളൂ, അവനെ പഠിക്കാൻ അമേരിക്കയിൽ അയച്ചിട്ട് അവന് ജോലി കിട്ടിയെന്നുള്ള അറിഞ്ഞ്, എന്നിട്ടും കയ്യിൽ പൈസ ഇല്ല. എന്നാൽ നമ്മുടെ മിശ്ര മറുത്തൊന്നും പറയുന്നില്ല. അങ്ങനെ അവർ നേരെ പോകുന്നത് ഒരു കമ്പ്യൂട്ടർ കഫേയിലേക്കാണ്. അങ്ങനെ ആ കടയിലെ ഓണറോട്, ഞങ്ങൾക്ക് എന്റെ മകൻ രാഹുലിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്യണല്ലോ. അങ്ങനെ അവർ നമ്പർ വാങ്ങിയിട്ട് വീഡിയോ കോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് മകൻ ഫോൺ എടുത്തിട്ട്, അല്ല അച്ഛാ അമ്മേ, നിങ്ങൾക്ക് ഇതേതാ സമയം എന്നറിയോ? ഇവിടെ അമേരിക്കയിൽ രാത്രി 11:30 മണിയായി. ഉറങ്ങാൻ നോക്കുമ്പോഴാണോ ഫോൺ വിളിക്കുന്നത്? അച്ഛാ, നിങ്ങൾക്ക് ഞാനൊരു ഫോൺ വാങ്ങി തന്നിട്ടില്ലേ, അതിലെന്നെ വിളിച്ചാ പോരെ. എപ്പോഴും വീഡിയോ കോളിൽ തന്നെ കണ്ട് സംസാരിക്കണമെന്ന് എന്താ വാശി? ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വീഡിയോ കോൾ ചെയ്താൽ പോരെ. അതായത് അച്ഛനും അമ്മയും ഫോൺ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് അവൻ കടിച്ചു കയറാണ്. അപ്പൊ അച്ഛനാണെങ്കിൽ, എടാ ആ ചെറിയ ഫോണിൽ വീഡിയോ കോളൊന്നും പറ്റില്ലല്ലോ, കുറെ ദൂരല്ലേ നീളെ, നിന്നെ ഞങ്ങൾക്കൊന്ന് കാണുന്നുണ്ടാവില്ലേ, ഇവിടെ ആകുമ്പോ വലിയ സ്ക്രീനിൽ നിന്നെ കാണാലോ. എന്നാല് മിശ്ര മകനെ അമേരിക്കയിലേക്ക് പഠിക്കാൻ അയച്ചിട്ട് അവന്റെ പഠിത്തം തീർന്നോടും തന്നെ അവിടെ തന്നെ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുമായിട്ട് അവിടെ തന്നെ സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പാണ്ഡെ പറയുന്നുണ്ട്, നമ്മുടെ മരുമോളോട് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. എന്നാല് അത് കേട്ടപ്പോ ആ ഒരു മരുമോളില്ലേ, അവള് വല്ലാതെ കടിച്ചു കയറാണ്. അപ്പൊ നമ്മുടെ മുത്തശ്ശി മിശ്രയോട്, നിങ്ങൾ മോനോട് നമ്മൾ പറയാൻ വന്ന കാര്യം പറ, എന്റെ അവസ്ഥ പറ. അപ്പോഴാണ് രാഹുലിന്റെ കുഞ്ഞ് കരയുന്നേ. ഇനിയിപ്പോ ഞാനൊരു കുഞ്ഞിനെ ഉറക്കിയിട്ട് നാളെ വിളിച്ചോളെന്ന് പറഞ്ഞിട്ട് രാഹുൽ ആ വീഡിയോ കോൾ കട്ട് ചെയ്യാണ്. എന്നാൽ നമ്മുടെ മിശ്രയ്ക്ക് എന്താണ് പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ അവര് നടന്നു വരുമ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അവനോട് നമ്മുടെ സിറ്റുവേഷൻ പറയാനേ, ആ ഒരു വീടിന്റെ പൈസ എന്റെ കാലുവേദനയ്ക്ക് ഒന്ന് ട്രീറ്റ് ചെയ്യാന്, വീട്ടിലെ ചെലവിന് എന്തെങ്കിലും അവൻ അയച്ചു തന്നാലല്ലേ നടക്കുള്ളൂ. മഞ്ജു, നിനക്ക് അവന്റെ പെരുമാറ്റം കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. അവന് നമ്മളോട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല. ആ ഒരു കുഞ്ഞ് കരഞ്ഞപ്പോ അവൻ പെട്ടെന്ന് ഫോൺ കട്ടേണ്ട കാര്യം എന്താ? അവന്റെ ഭാര്യയുടെ അടുത്ത് കുഞ്ഞിനെ കൊടുത്താൽ പോരെ. അവന്റെ അവസരം ഉപയോഗിച്ച് ഫോൺ കട്ട് ചെയ്ത് തന്നെയാ. അപ്പോ അവനോട് ഇനി എന്ത് കൂടുതൽ പറയാനാ, നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചോക്കാം, അപ്പൊ ചിലപ്പോൾ അവന്റെ മൈൻഡ് മാറുമായിരിക്കും. അങ്ങനെ അവര് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടില് കുറച്ച് കുട്ടികൾ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോ മിശ്ര എന്തായിരുന്നു ചെയ്തെന്ന് വെച്ചാല് ഒരു ടീച്ചറായിരുന്നു. എന്നാലിപ്പോ ഒരു വർഷമായി റിട്ടയർഡ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുത്തിട്ട് ആ ഒരു പൈസ കൊണ്ടാണ് അവരുടെ കുടുംബത്തിന്റെ ചെലവും എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കുന്നത്. അതായത് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു ട്യൂഷൻ എന്ന കുട്ടികൾ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് നൈന എന്നാണ്. നൈനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയില്ലേ അവരുടെ സ്വന്തം മോളെ പോലെ കാണുന്നത്. എപ്പോഴൊക്കെ വീട്ടിലേക്ക് വന്നാലും മുത്തശ്ശിയുടെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് ട്യൂഷൻ ക്ലാസ്സിന് ഇരിക്കാറ്. അപ്പൊ മുത്തശ്ശൻ, അല്ല നൈന, എന്നിതുപോലെ ലേറ്റ് ആയിട്ട് ക്ലാസ്സിന് വരിക? ഞാൻ എന്താ മുത്തശ്ശി ചെയ്യാ? എന്റെ അച്ഛൻ ഞാൻ വരാനിറങ്ങിയപ്പോ എന്നെ കടയിലേക്ക് പറഞ്ഞയച്ചു. ആ സാധനമൊക്കെ വാങ്ങി വന്നപ്പോ ലേറ്റ് ആയി പോയി. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ പെൻസിൽ എടുക്കാൻ മറന്നു കേട്ടോ. ആഹാ, എന്റെ കുട്ടി ഇന്നും പെൻസിൽ മറന്നോ? ഇവിടെ എവിടെയെങ്കിലും പെൻസിൽ ഉണ്ടോ നോക്കി നോക്കാം. അങ്ങനെ രണ്ടുപേരും വളരെ സ്നേഹത്തോടു കൂടി തന്നെ അവൾക്കൊരു പെൻസിൽ തപ്പി എടുത്തു കൊടുക്കാണ്. അങ്ങനെ ആ കുട്ടികളുടെ ട്യൂഷനെ കഴിഞ്ഞിട്ട് അവര് തിരിച്ചു പോവാണ്. അങ്ങനെ രാത്രി ആയപ്പോ നമ്മുടെ മുത്തശ്ശനില്ലേ ഏതോ ഒരു നോവല് വല്ലാതെ സീരിയസ് ആയി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുത്തശ്ശൻ ടൈം പാസ് എന്താണെന്ന് വെച്ചാല് ഈ മിസ്റ്ററി ക്രൈം ത്രില്ലർ നോവലുകളില്ലേ അങ്ങനത്തെ നോവലുകൾ വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മുത്തശ്ശി ഉറങ്ങി കഴിഞ്ഞിട്ടും രാത്രി ലൈറ്റ് പോലും ഓഫാക്കാതെ നമ്മുടെ മുത്തശ്ശൻ ആ ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ മുത്തശ്ശന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോ ബാങ്കിൽ കുറച്ചില്ലേ, അത് ഞാൻ എടുത്തിട്ട് തരാം, അപ്പോ വാതിൽ നീ ഉള്ളൊന്ന് പൂട്ടിക്കോ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോ വീടിന്റെ അടുത്തൊരു നെയ്ബർ ഉണ്ട്. ഇയാളുടെ പേര് ബിട്ടു എന്നാണ്.
വിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശ എങ്ങോട്ടാ? ഒന്ന് ബാങ്ക് വരെ പോവാ. ആഹാ, ഞാനും ആ ഭാഗത്തേക്കാ. വാ മുത്തശ്ശ, എന്റെ ബൈക്കിൽ കയറിക്കോ, നമുക്ക് ഒന്നിച്ച് പോവാന്ന്. വേണ്ട, കുറച്ച് ദൂരല്ലുള്ളൂ, ഞാൻ നടന്നോളാം. അതെന്താ സ്വഭാവ, കേറ് മുത്തശ്ശ. അങ്ങനെ അങ്ങനെ കയറി കഴിഞ്ഞപ്പോ ഇവന് ഭയങ്കര സ്നേഹം കൊണ്ടാണ് ഹെൽപ്പ് ചെയ്യുന്നില്ല നമ്മൾ കരുതിയേ. എന്നാല് അവന് കുറച്ചധികം ബോക്സുകൾ ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഒറ്റക്ക് ആ ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും കിട്ടുമെന്ന് കുറെ നേരം കാത്തൊക്കെയായിരുന്നു. അപ്പൊ ആരും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ വരുന്നത്. അങ്ങനെ മുത്തശ്ശനെ ബൈക്കിലിരുത്തിയിട്ട് ആ ഒരു ബോക്സ് ഒക്കെ സേഫായിട്ട് പിടിക്കണമെന്ന് പറഞ്ഞ് കയ്യിലും കൊടുത്തിട്ട് നേരെ ബൈക്ക് എടുത്ത് പോവാണ്. അപ്പോൾ നമ്മളെന്താ കരുതുക, മുത്തശ്ശനെ ബാങ്കിൽ കൊണ്ട് ഇറക്കുന്നല്ലേ. എന്നാൽ അവൻ ബാങ്കിന്റെ അടുത്ത് പോലും നിർത്താതെ നേരെ അവന്റെ കടയുടെ മുമ്പ് കൊണ്ട് നിർത്താണ്. അങ്ങനെ ബോക്സ് കടയിൽ എത്തിക്കഴിഞ്ഞാലെങ്കിലും ബാങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന വരുമ്പോൾ ഇനിയും മുത്തശ്ശൻ നടന്നു വയ്ക്കും. അങ്ങേർക്കാണെങ്കിൽ മരത്തലയ, ഇത്രയും ദൂരം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടക്കൂലായിരുന്നു. കൂടുതലൊന്നും പറയാതെ നേരെ ബാങ്കിലേക്ക് പോയിട്ട് അക്കൗണ്ടിലെ പൈസ എടുക്കാൻ നോക്കുമ്പോൾ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസയുടെ പകുതിയെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ മുത്തശ്ശൻ, അല്ല ഇതല്ലല്ലോ, ബാക്കിയുടെ ബാക്കിയൊന്നുമില്ല, നിങ്ങള് വീട് പണയം വെച്ചിട്ട് ലോൺ എടുത്തിട്ടില്ലേ, അപ്പൊ അതിന്റെ EMI വേറെ ആരടക്കുക? അപ്പൊ മുത്തശ്ശൻ, അല്ല ഓരോ മാസം കൂടുമ്പോഴും പലിശ കൂടുന്ന പോലെ ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ലോൺ തന്നിട്ടുള്ളത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് വഴിയാ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പോഴാണ് ആ ഒരു ബാങ്കിലേക്ക് ഒരു അച്ഛനും മകനും വന്ന് കാണുന്നത്. അതായത് ആ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ ലോൺ വാങ്ങാനാണ്. ഇതേപോലെ തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ മുത്തശ്ശനും മകനെ കൂട്ടിട്ട് ഈ ഒരു ബാങ്കിലേക്ക് വന്നതും അവനെ അമേരിക്കയിലേക്ക് പഠനത്തിന് അയക്കാനായിട്ട് തന്റെ വീട് തന്നെ പണയം വെക്കേണ്ടി വന്നതും. ആ സമയത്തും അച്ഛനോട് തീരെ റെസ്പെക്ട് മകൻ രാഹുൽ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും തന്റെ മകനല്ലേ, അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാലെങ്കിലും മാറ്റം വരുന്ന കരുതിയിട്ട് അവിടെ എത്തി ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ തീരെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയില്ലേ വീട്ടിലെ വല്ലാതെ എലിശല്യം ആയതുകൊണ്ട് തന്നെ എലിയെ പിടിക്കാൻ ഒരു കെണി ബോക്സ് വെക്കാൻ നോക്കുമ്പോ മുത്തശ്ശി പറയുന്നത്, നമ്മള് വീട്ടിൽ വെച്ചിട്ടല്ലേ പ്രാർത്ഥിക്കുന്നേ, ഒരു ജീവിയുടെയും ജീവൻ എടുക്കാൻ നമുക്ക് അർഹതയില്ലോ, ഉപദ്രവിക്കാൻ പാടില്ല, അതിനിപ്പോ എലിയാണെങ്കിലും. അങ്ങനെ മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആരോ വീടിന്റെ വാതിൽ തട്ടാണ്. വാതിൽ തുറന്നു നോക്കുമ്പോ ഒരു റൗഡിയാണ് വന്നിട്ടുള്ളത്. ഇവന്റെ പേര് പാണ്ഡെ എന്നാണ്. ആ ഒരു പാണ്ഡയിലെ ഒരു പെൺകുട്ടിയും കൂട്ടിട്ട് കയ്യില് മദ്യവും ഇറച്ചിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയിലെ അവര് മാംസം കഴിക്കില്ല, വെജിറ്റേറിയൻസ് ആണ്. അവരെ ടീസ് ചെയ്യാൻ തന്നെ ഒരു കാര്യം ചെയ്യും, പോയിട്ട് ഉള്ളുന്നൊരു ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തിട്ടോ. നമ്മുടെ മുത്തശ്ശന് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവൻ മദ്യപിക്കുകയാണ്. ആ ഒരു ഇറച്ചിയൊക്കെ അവര് നോക്കി തന്നെ കടിച്ചു പറിച്ച് കഴിക്കുകയാണ്. മുത്തശ്ശന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവന്റെ ബിഹേവിയർ കണ്ടപ്പോ മുത്തശ്ശനല്ലേ ഉള്ളിൽ പോയിട്ട് ഈ നാഗ് കിട്ടിയ ആ ഒരു പൈസയില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവന് കൊണ്ടു കൊടുക്കുകയാണ്. അതായത് തന്റെ മകന്റെ പഠനാവശ്യത്തിന് ഈ ഒരു പാണ്ഡ്യയുടെ കയ്യിൽ നിന്നും മുത്തശ്ശൻ പൈസ കടം വാങ്ങിയിട്ടുണ്ട്. അതിന്റെ മാസ അടവാണത്. എന്നാൽ അതിൽ 2000 കുറവുണ്ട്. അപ്പൊ മുത്തശ്ശൻ അടുത്ത പ്രാവശ്യം കൂട്ടിത്തരാം. അപ്പൊ മുത്തശ്ശനെ തന്നെ അവൻ തുറിച്ചു നോക്കിയിട്ട് അവൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് മദ്യം കുടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ കൂട്ടിയിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് വരുമ്പോ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല മാഷേ, നിങ്ങൾ എന്താ കരുതേ, നമ്മൾ രണ്ടുപേരും വീട്ടിന്റെ പുറത്തേക്കാ പോകുന്നതെന്നാ? എന്നാ അല്ല. അതും പറഞ്ഞിട്ട് അവര് നേരെ പോകുന്നത് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ബെഡ്റൂമിലേക്കാണ്. അങ്ങനെ അവരുടെ റൊമാൻസിന്റെ ആ ശബ്ദമൊക്കെ പുറത്ത് കേൾക്കുമ്പോ മുത്തശ്ശനും മുത്തശ്ശിക്കും വല്ലാതെ അറപ്പൊക്കെ തോന്നാണ്. എന്താണ് ചെയ്യാ, ഒരു സഹായത്തിന് പോലും ആരുമില്ലാത്ത നിസ്സഹായാവസ്ഥ. കുറച്ച് പൈസ കടം വാങ്ങിയതിന് എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെ പാണ്ഡ്യയുടെ റൊമാൻസ് കഴിഞ്ഞ ശേഷം ആ ഒരു പെൺകുട്ടി അവിടുന്ന് പറഞ്ഞയക്കാണ്. എന്നിട്ട് മുത്തശ്ശിയോട് കലിപ്പിൽ പറയുന്നുണ്ട്, പൈസ കടം വാങ്ങി കഴിഞ്ഞാൽ ആ പൈസ തരണം, അല്ലെങ്കിൽ അതിന്റെ പലിശയെങ്കിലും കറക്റ്റ് അടക്കണം. ഇനിയും പൈസ ഡിലേ ആയാൽ ഇതുപോലെ ഇടക്കിടക്ക് ഞാൻ വരും, എന്റെ കൂടെ അവളുണ്ടാവും, അതുപോലെ പല പെൺകുട്ടികളുണ്ടാവും. അതും പറഞ്ഞിട്ട് അവനോടൊന്ന് പോവാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൻ വൃത്തിയേടാക്കിയിട്ടുള്ള ആ ഒരു ടേബിളും ആ ഒരു ഇറച്ചിയും മദ്യക്കുപ്പിയൊക്കെ ഇല്ലേ അതൊക്കെ മുത്തശ്ശൻ ക്ലീൻ ചെയ്യാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം കഴിക്കുകയോ മാംസം കഴിക്കുകയോ ചെയ്യാത്ത നമ്മുടെ മുത്തശ്ശന്റെ മനസ്സൊക്കെ വല്ലാതെ വേദന വന്നിട്ട് എന്താ ചെയ്യുക. എന്നാൽ മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ കണ്ണ് നിറഞ്ഞു പോവാണ്. അപ്പോൾ മുത്തശ്ശിയോട്, നീ റൂമിലേക്ക് കയറണ്ട, ഒരു കാര്യം ചെയ്, നീ കുറച്ചു നേരം വീടിന്റെ പുറത്തേക്ക്, ഞാൻ ഈ റൂമൊന്ന് വൃത്തിയാക്കിയിട്ട് നീ റൂമിലേക്ക് വന്നാൽ മതി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ മുത്തശ്ശിയുടെയും മകൻ രാഹുലെ അവന് ഹയർ സ്റ്റഡീസിന് അമേരിക്കയിലേക്ക് പോകണം. അതിന് 25 ലക്ഷം രൂപ ഉണ്ടായി കൊടുക്കാൻ പറഞ്ഞപ്പോ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ, നീ എന്താണ് പറയുന്നേ, 25 ലക്ഷം എന്നൊക്കെ പറഞ്ഞാല് എവിടുന്നാ, നമ്മുടെ സിറ്റുവേഷൻ നിനക്ക് അറിയുന്നില്ലേ, ചെറുപ്പം മുതൽ ഇതുവരെ ഞാൻ ഓരോ രൂപയായിട്ട് സ്വരുക്കൂട്ടി വെച്ചത് എല്ലാം കൂടി എടുത്താലും ഒരു 10 ലക്ഷം രൂപ ചിലപ്പോൾ വരുമായിരിക്കും. ആ ഒരു പൈസ മുഴുവൻ ഞാൻ തന്നേക്കാം, അത് വെച്ചിട്ട് തൽക്കാലം നീ അമേരിക്കക്ക് പോ. അതൊന്നും പറ്റില്ല അച്ഛാ, എനിക്ക് 25 ലക്ഷം ഉണ്ടെങ്കിലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ പോയാൽ മാത്രം പോരാ, അവിടെ വേറെയും കുറെ ചെലവുള്ളതല്ലേ. ഒരു കാര്യം ചെയ്യ്, ഇപ്പോ നമ്മൾ താമസിക്കുന്ന ഈ ഒരു വീടില്ലേ, ഈ ഒരു വീട് വിറ്റിട്ടോ എങ്ങനെയാലും വിഷയമില്ല, എനിക്ക് പൈസ കിട്ടണം. അമേരിക്കയിലെത്തി കുറച്ച് വർഷത്തിനുള്ളിൽ എന്റെ പഠിത്തം കഴിയല്ലോ, പിന്നെ അവിടെ തന്നെ എന്തായാലും ഒരു ജോലി കിട്ടും. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ പൈസ ഉടനെ തന്നെ നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. അപ്പോൾ അച്ഛാ, നിങ്ങൾക്ക് എല്ലാ കടവും വീട്ടാൻ പറ്റുമല്ലോ. എന്നാൽ നമ്മുടെ മുത്തശ്ശനാണെങ്കിലേ ഒരേ ഒരു മോനല്ലേ, വേറെ ആരാ ചെയ്യാ, പിന്നെ അവനും പഠിക്കാൻ പോകുന്നത് നമുക്കും കൂടി വേണ്ടിയിട്ടല്ലേ. അങ്ങനെ മകന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ആ ഒരു വീട് പണയം വെക്കുന്നതും ആ ഒരു പൈസ തികയാതായപ്പോ ആ ഒരു റൗഡി പാണ്ഡയില്ലേ അവന്റെ കയ്യിൽ നിന്നുകൂടി പൈസ കടം വാങ്ങേണ്ടി വരുന്നതും. അവസാനം മകൻ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോ അച്ഛന്റെയോ അമ്മയുടെയോ കടത്തിനെ കുറിച്ചോ സങ്കടത്തെക്കുറിച്ചോ അവന് ഒരു ചിന്തയുമില്ല. അങ്ങനെ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം ഓർത്തിട്ട് രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു നാട്ടിലെ SI ആണ്. അയാള് നമ്മുടെ റൗഡി പാണ്ഡെ കാണാൻ വന്നിട്ട്, അല്ലടാ ഈ മാസത്തെ പൈസ വസൂൽ വന്നില്ലല്ലോ. അപ്പൊ അവനും പൈസ കൊടുക്കാണ്.
ആ ഒരു പൈസ നോക്കിയിട്ട് ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഈ നാട്ടില് നീ കുറച്ചെങ്ങാനോടാ ഇല്ലീഗൽ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിന്റെയൊക്കെ ഒരു വിഹിതം എനിക്ക് വന്നേ മതിയാവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്, നിന്റെ മുതലാളിയില്ലേ ബോസ് റാത്തോർ, അയാളോട് പറ അടുത്ത മാസം ഈ ഷെയർ ആണെങ്കിൽ എനിക്ക് വേണ്ട, പിന്നെ എന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും കണ്ട് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ചെറുതായിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശി രാത്രി സമയപ്പോ അമേരിക്കയിൽ ഇപ്പൊ പകലായിരിക്കുന്നുള്ള ഒരു കണക്കൂട്ടല് മകന് മിസ് കോൾ കൊടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ മകൻ തിരിച്ചു വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ നിലവില് തലയിൽ കുമിഞ്ഞു കൂടിയിട്ടുള്ള ആ കടത്തിനെ കുറിച്ചും അതിന്റെ അടവിനെ കുറിച്ചും പറയാൻ നോക്കുമ്പോ അതിനുള്ളില് അവൻ ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാസച്ചെലവിനായിട്ട് ഒരു 5000 ഞാൻ അയച്ചിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ടിയാണ്. അപ്പൊ മുത്തശ്ശനും മോന് ഒരു 5000 അയച്ചിട്ടുണ്ടെന്ന്. 5000 അത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ, പറ്റുന്നിടത്തുള്ള കടക്കങ്ങ് വീട്ടാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ATM-ൽ നിന്ന് ആ ഒരു പൈസ എടുത്തിട്ട് ഇറങ്ങുമ്പോൾ ആ കാഴ്ചയില് നമ്മുടെ റൗഡി പാണ്ഡെ കാണാണ്. അവൻ കൂടുതലൊന്നും പറയാതെ നേരെ വന്നിട്ട് മുത്തശ്ശന്റെ പോക്കറ്റിൽ നിന്ന് ആ പൈസ എടുത്തിട്ട് അന്നത്തെ ഒരു 2000 ബാക്കിയില്ലേ, അപ്പൊ അത് ഞാൻ എടുക്കാണ്, പിന്നെ ഒരു 500 താൻ വെച്ചോ. കഴിഞ്ഞ ദിവസം ഞാൻ ആ പെൺകുട്ടി വന്നപ്പോ തന്റെ റൂം ഞാൻ യൂസ് ചെയ്തില്ലേ, അതിന്റെ വാടകയാ. എന്താ മുഖത്തൊരു ദേഷ്യം പോലെ, ഞാൻ ഹോട്ടലിൽ പോലെ പൈസ കൊടുക്കാറില്ല, പിന്നെ അടുത്ത മാസം അടവ് മുടങ്ങരുത് കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ കാറിൽ കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കാണിച്ചിട്ട് നമ്മുടെ മുത്തശ്ശനെ വിളിച്ചിട്ട് ഈ ഒരു വണ്ടി സ്റ്റാർട്ടാണല്ലോ, ഒന്ന് വണ്ടി പിന്നെ തള്ളു. എന്നാൽ മുത്തശ്ശൻ ഒരു ടീച്ചറല്ലേ, അത്രയും പബ്ലിക്കിന് മുമ്പ് ഒരു ഷെയ്മോട് നിൽക്കുമ്പോൾ പാണ്ഡെ ആണെങ്കിൽ എന്റെ വണ്ടിയിൽ എന്റെ മോളുണ്ട്, അവളുള്ളത് കൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് തന്റെ മുഖത്ത് കൈവെക്കുന്നില്ല, പോയിട്ട് വണ്ടി തള്ളടോ. മുത്തശ്ശനും മറുത്തൊന്നും പറയാതെ ആ ഒരു വണ്ടിയിലെ കഴിയാതെ എങ്ങനെയൊക്കെയോ ശ്രമിച്ചിട്ട് പതിയെ തള്ളി കൊടുക്കുകയാണ്. അപ്പോഴാണ് അതിൽ വന്ന നമ്മുടെ SI അങ്ങനെ കാഴ്ച കാണുന്നേ. അപ്പൊ പാണ്ഡെയോട് നീ എന്താടേ ചെയ്യുന്നേ, അങ്ങനെ പ്രായമായിട്ടുള്ള ഒരു മാഷല്ലേ. എന്നാലും പാണ്ഡെയാണെങ്കിൽ സാറിന് കിട്ടേണ്ടതൊക്കെ ഞാൻ തരുന്നില്ലേ, ഇത് തന്റെ പേഴ്സണൽ കാര്യ. എന്ത് പേഴ്സണൽ എന്ന് ഒരു പ്രായമായിട്ടുള്ള ആളെ കൊണ്ട് വണ്ടി തള്ളിക്കുന്നതോ, വേണമെങ്കിൽ സ്വന്തം തള്ളിയാൽ മതി. അതും പറഞ്ഞിട്ട് നമ്മുടെ SI ആ ഒരു മുത്തശ്ശനെ വണ്ടിയിൽ കയറ്റിയിട്ട് ആ 2 ഓഫീസേഴ്സിന്റെ നടുക്കിരുത്തിയിട്ട് മുത്തശ്ശന്റെ വീട്ടിന്റെ അരികിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇനി അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഒതുക്കിയിരിക്കണ്ട, നേരെ എന്റെ അടുത്ത് വന്നിട്ട് കംപ്ലൈന്റ് തന്നാൽ മതി, ഞാൻ സ്റ്റേഷനിലുണ്ടാവും. അങ്ങനെ ഇൻസ്പെക്ടർ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അതേ സമയത്ത് നമ്മുടെ മുത്തശ്ശനില്ലേ ഒരു ബേക്കറിയിൽ പോയിട്ട് ഒരു ചെറിയ വില കുറഞ്ഞൊരു കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ആഹാ, മുത്തശ്ശന് കഴിക്കാനാണോ കേക്ക് എന്ന് കരുതുമ്പോ നമ്മുടെ കുഞ്ഞു പെൺകുട്ടിയില്ലേ നൈന, അവളുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോ മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു കുഞ്ഞോള് നൈന അവളും കൂടിയിട്ട് അവളുടെ ബർത്ത്ഡേ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയിലെ ആ ഒരു കുഞ്ഞ് നൈന അവരുടെ അരികിൽ വരുമ്പോഴാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മറക്കുന്നത്. അവൾക്ക് ചെറിയ ഗിഫ്റ്റും കുറച്ച് ബലൂണെ കൊടുത്തിട്ട് അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ ഒരു കുഞ്ഞ് മോള് പോകുന്ന നോക്കിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നമുക്ക് ദൈവം ഒരു മോനെ തരുന്നതിന് പകരം ഈ ഒരു നയനിയെ ഇവളെ നമുക്കൊരു മകളെ തന്നിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവനായിട്ട് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിച്ചേനെ. എന്നാല് നമുക്കതിന്റെ ബാക്കിയില്ലെന്ന് തോന്നൂലേ. അതേ സമയത്ത് നമ്മുടെ റൗഡി പാണ്ഡെയിലെ അവനെ കുറെ നേരം അവന്റെ ഹെഡ് ബോസ് വിളിച്ചിട്ട് ഫോണും പിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവന്റെ അരികിലേക്ക് ഒരു അടിയാളിനെ വിട്ടതാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട്, കുറെ നേരമായിട്ട് ബോസ് വിളിച്ചപ്പോ നിങ്ങളുടെ ഫോൺ എന്തോ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നേ, ഉടനെ തന്നെ അദ്ദേഹത്തെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാണ്ഡെ എന്റെ ഫോണിലെ ചാർജ് തീർന്ന് ഓഫായി പോയതാ, നിന്റെ ഫോണോട്ടെ. അങ്ങനെ ബോസിനെ വിളിക്കുമ്പോ ബോസ് ആണെങ്കിൽ പച്ച തെറി പറയാണ്, എത്ര നേരാടാ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്, നീ ഏത് കുഴിനുള്ളില്ല, ആ ഇൻസ്പെക്ടറിന് മാസം തന്റെ പൈസ നീ കൊടുത്തോ, അയാൾ നേരെ എന്റെ വീട്ടിൽ വന്നിട്ടിരുന്നല്ലോ, എന്റെ വീട്ടിലേക്ക് ഒരുത്തനും ഒന്നും ചോദിച്ചു വരാൻ പാടില്ല, അതിനല്ലേ നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ലേ, മേലില് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പാണ്ഡെ അവന്റെ ശല്യം തീരെ സഹിക്കാൻ പറ്റുന്നില്ല, അവനൊരു മുട്ടം പണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവനെ കുടുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബോസിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, അപ്പൊ ആ ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ ബോസിനെ കണ്ടോളാന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ടിയാണ്. അങ്ങനെ അടുത്ത സീനില് ആ ഒരു പാണ്ഡെയിലെ ഏതോ ഒരുത്തന് നമ്മുടെ മുത്തശ്ശന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ ഒരു വീട് മുഴുവനായിട്ട് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ മുത്തശ്ശൻ, അല്ല താൻ എന്താ ചെയ്യുന്നേ, ഏതോ ഒരാൾക്ക് എന്തിന് എന്റെ വീട് കാണിച്ചു കൊടുക്കുന്നേ. അപ്പൊ പാണ്ഡെ കൂട്ടിക്കൊണ്ടുവന്നതിനോട്, നീ കുറച്ചേരം പുറത്തേക്ക്. അല്ല മുത്തശ്ശ, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഒരിക്കലും എന്റെ അടുത്ത് വാങ്ങിയ പൈസ തിരിച്ചു തരാൻ പറ്റില്ല, അത് മാത്രല്ല അതിന്റെ മാസം അടവ് പോലെ അടക്കാൻ പറ്റുന്നില്ല, എത്ര നാളായി, ഇന്ന് കിട്ടും നാളെ കിട്ടും ഞാൻ കാത്തിരിക്കുന്നത്, അധികം സമയം തരാൻ പറ്റില്ല, ഒരാഴ്ച തനിക്ക് ടൈം തരാൻ പറ്റും, അതിനുള്ളിൽ എന്റെ അടുത്ത് വാങ്ങിയ മുഴുവൻ പൈസയും പലിശയും കൈ തരിക, അതല്ലെങ്കിൽ താൻ ഈ വീട് ഒഴിവാക്കിയിട്ട് തന്റെ പാട് നോക്കി എങ്ങോട്ടെങ്കിലും പോയിക്കോ, ഈ വീട് വിറ്റിട്ട് ഞാനെന്റെ കടം വീട്ടിക്കോളാം. എന്നാലും മുത്തശ്ശനാണെങ്കിൽ എന്റെ കയ്യിൽ ഇനി ഇപ്പൊ ആകെ ഉണ്ടെന്ന് പറയാന് അത് ഈ വീട് മാത്ര, ഈ വീട് വിറ്റിട്ട് ഞാൻ എങ്ങോട്ടാ പോണ്ടേ, നിങ്ങൾക്ക് ഞാൻ മാസം അടവ് കറക്റ്റായിട്ട് ഇനി വീട്ടിക്കോളാം. അപ്പോഴാണ് മുത്തശ്ശനെ കാണാനായിട്ട് വന്ന ആ ഒരു ചെറിയ പെൺകുട്ടി നയനയില്ലേ, അവളെ ഈ ഒരു റൗഡി പാണ്ഡെ തുറിച്ചു നോക്കുന്നത് ഒരു വൃത്തികെട്ട നോട്ടം. ആ ഒരു കാഴ്ച നമ്മുടെ മുത്തശ്ശൻ കണ്ടപ്പോ നയനോട്,
മോളിൽ നിന്ന് വീട്ടിൽ പോയിക്കോ. അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ പാണ്ഡയില്ലേ അവളെ സ്റ്റോപ്പ് ചെയ്തിട്ട് മോളെ മുട്ടായി വാങ്ങാൻ ഒരു 100 രൂപ വെച്ചോന്ന്. അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ അവൾ ആ പൈസ വാങ്ങണോ വാങ്ങണ്ടെന്ന് അറിയാതെ അവസാനം പൈസ വാങ്ങിയിട്ട് ടാങ്ക്സ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പൊ പാണ്ഡെ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയിട്ടല്ലോ, ഇനി എന്നെ വരുത്തിയിരുന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോവാണ്. എന്നാൽ മുത്തശ്ശനാണെങ്കിലേ ഇതുപോലത്തെ ഒരു നെറുകെട്ടവന്റെ അടുത്താണല്ലോ കുടുങ്ങിപ്പോയതെന്ന് വല്ലാതെ സങ്കടപ്പെടുകയാണ്. പാണ്ഡയുടെ ശല്യം സഹിക്കാൻ പറ്റാതായപ്പോ ഒരിക്കൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എസ്ഐയോട് ചോദിച്ചോളാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ എസ്ഐയോട് തന്റെ സിറ്റുവേഷൻ പറയാൻ പോയി നോക്കുമ്പോൾ അങ്ങേരുടെ മുമ്പില് നേരത്തെ തന്നെ പാണ്ഡെ എത്തിയിട്ട് ഇൻസ്പെക്ടറെ എന്തോ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് വല്ലാതെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാണ്ഡയോട് മറുത്തൊന്നും പറയാൻ പറ്റാതെ തരിച്ച് ഇൻസ്പെക്ടർ ഇരിക്കുമ്പോൾ നമ്മുടെ റൗഡിയില്ലേ അവനോട് എഴുന്നേറ്റ് പോകുമ്പോൾ പറയുന്നിട്ട് ആഹാ മിശ്രമാഷ് എനിക്ക് നേരെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതായിരിക്കൂലേ, ഇരുന്നു സമാധാനത്തിലെ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോയിക്കോട്ടോ അതും പറഞ്ഞ് അവൻ പോവാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശനില്ലേ അങ്ങയുടെ പ്രശ്നം പറഞ്ഞു തുടങ്ങുമ്പോൾ എസ് ഐ പറയുന്നുണ്ട് അല്ല മാഷെ നിങ്ങൾക്കറിയാലോ നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചു വാങ്ങിയതല്ലേ. അവനാണെങ്കിൽ നേരമൊന്നുമില്ലാത്ത ഒരുത്തനാ. അവന് കൊടുക്കാനുള്ള പൈസ കൊടുത്ത് തീർക്കുന്നവരെ അവൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ആ ഒരു പൈസ കൊടുത്ത് തീർക്കാൻ നോക്ക്. അതിന് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ വീടില്ലേ അതെങ്കിലും എഴുതി കൊടുക്ക്. അല്ലാതെ എനിക്ക് കാര്യത്തിൽ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശന് ആകെ അവസാനമായിട്ടൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് ഈ ഒരു പോലീസുകാരനായിരുന്നില്ലേ, ഇപ്പൊ അതും പോയിട്ടുണ്ട്. അങ്ങനെ സങ്കടത്തിൽ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ തന്റെ ഭാര്യ നമ്മുടെ മുത്തശ്ശിയെ കാണുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ്റെ ഒരു കാര്യം ഉറപ്പാണ്, കാരണം ഏകദേശം ഈ ഒരു ടൈമിൽ മുത്തശ്ശി അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. അപ്പോഴാണ് ആരോ വീടിന്റെ വാതിൽ തട്ടുന്നത്. പോയി നോക്കുമ്പോൾ റൗഡി പാണ്ഡയിലെ അവൻ തന്നെയാണ്. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവൻ കൂടുതലൊന്നും പറയാതെ നമ്മുടെ മുത്തശ്ശന്റെ മുഖത്തടിക്കാണ്. അങ്ങനെ വളഞ്ഞ് തെറിച്ച് വീണു പോവാണ്. അപ്പോൾ പാണ്ഡയിലെ അങ്ങനെ പിടിച്ചു പൊക്കിയിട്ട് പന്ന കിളവ പോയിട്ടുള്ളെന്ന് ഗ്ലാസ് എടുത്തിട്ട് എനിക്ക് കുറച്ച് അടിക്കണം. മുത്തശ്ശനും മറുത്തൊന്നും പറയാതെ അവന് ഗ്ലാസും വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അവൻ കൊണ്ടുവന്ന് മദ്യം മുഴുവൻ കുടിച്ച് നല്ലോണം കയറി തുടങ്ങുമ്പോൾ അവൻ പറയുന്നുണ്ട് ആ മുത്തശ്ശ ഇവിടെ ഇരിക്കി, ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഇപ്പോൾ മാസം അടവടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 5 മാസത്തെ അടവ് ഞാനങ്ങ് അടച്ചേക്കാം. 5 മാസത്തേക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. പിന്നെ താൻ തരാനുള്ള പൈസയിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ കുറയ്ക്കുകയും ചെയ്യാം, ബാക്കി തന്നാൽ മതി. അപ്പൊ മുത്തശ്ശൻ അല്ല എന്താ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ തോന്നാനേ? വെറുതെ അല്ല, അതിന് പകരമായിട്ട് എനിക്കൊരു ചെറിയ സഹായം വേണമല്ലോ. എന്ത് സഹായം വേണമെന്ന്? അത് ഇന്ന് രാവിലെ തന്റെ വീട്ടിലൊരു ചെറിയ പെൺകുട്ടി കണ്ടില്ലേ, ഒരു കാര്യം ചെയ്യ്, താൻ പോയിട്ട് ആ പെൺകുട്ടിയെ കൂട്ടിയിട്ടോ. അത് കേട്ടപ്പോ നമ്മുടെ മുത്തശ്ശനില്ലേ രക്തം തളച്ച് പൊന്തുന്നുണ്ട്. ഈ കോപ്പനെ അങ്ങ് തീർത്ത് കളഞ്ഞാലോന്ന് ഉള്ളിൽ ആരോ മന്ത്രിക്കുന്നുണ്ട്. അപ്പൊ പാണ്ഡെ ഇപ്പൊ ഇവിടെ തന്റെ ഭാര്യ ഇല്ലല്ലോ, അമ്പലത്തിൽ പോയതല്ലേ, വരാൻ കുറച്ച് സമയവും. അപ്പൊ അതിനുള്ളിൽ താൻ പോയി കൂട്ടിയിട്ടോ. അവള് വരുന്നവരെ ഞാൻ വെറുതെ ഇരിക്കണ്ടേ? ഇവിടെ കഴിക്കാൻ വല്ല ചിപ്സോ മിച്ചറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് പോയിക്കോ, ഞാൻ കഴിച്ചോണ്ടിരിക്കാം. അപ്പൊ മുത്തശ്ശനല്ലേ ഉള്ളിലേക്ക് പോയിട്ട് അവന് ചിപ്സോ മിച്ചറോ എടുക്കുന്ന കരുതുമ്പോ കയ്യിലൊരു കത്തി ഒളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഒന്നും ചിന്തിച്ചില്ല അവന്റെ കഴുത്തിൽ തന്നെ കുത്തി ഇറക്കാണ്. നമ്മുടെ മുത്തശ്ശനില്ലേ പെട്ടെന്ന് അവനെ നെറുകടി പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ ആ ദേഷ്യത്തിൽ ചെയ്തു പോയതാ. എന്നാല് അവൻ പിടഞ്ഞു മരണപ്പെട്ട ശേഷം എന്താ ചെയ്യേണ്ടെന്നറിയാതെ കുറച്ച് ദൂരേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ കറണ്ടും കട്ടായി പോയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. അല്ല നിങ്ങളിത് എവിടെ? ഇതെന്താ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് എവിടെ പോയതാ? അങ്ങനെ സ്വിച്ച് ഇട്ട് നോക്കുമ്പോൾ ബൾബൊന്നും കത്തുന്നില്ല. അപ്പൊ മനസ്സിലായിട്ടുണ്ട് കറണ്ട് പോയതാണ്. അങ്ങനെ ഒരു ചെറിയ ടോർച്ചും എടുത്ത് അടിച്ചു നോക്കുമ്പോഴാണ് അവിടെ ആ ഒരു റൗഡി പാണ്ഡില്ലേ അവൻ ചത്ത് മറിച്ചടക്കുന്ന കാണുന്നത്. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവനെ കൊന്നത് തന്റെ ഭർത്താവ് തന്നെയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടതെന്നറിയാതെ അവിടെ ഇരുന്നു പോവാണ്. ആ ഒരു വീട്ടിൽ ഒരു ചെറിയ എലിയെ പോലും കൊല്ലാന്, ഒരു ജീവിയും കൊല്ലാന് ആ ഒരു അമ്മ തയ്യാറായിരുന്നില്ല. അതേ സ്ഥാനത്താണ് ഇപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ തകർന്നിരിക്കുമ്പോൾ മുത്തശ്ശൻ വന്നിട്ട് ഇതൊന്നും കണ്ടിട്ട് നീ ടെൻഷൻ അടിക്കണ്ട, ഒരു കാര്യം ചെയ്യ്, നീ റൂമിൽ പോയിരുന്നോ, ബാക്കി എന്താ വേണ്ടതെന്ന് ഞാൻ ചെയ്തോളാം. അങ്ങനെ മുത്തശ്ശിയെ ഉള്ളിൽ കൊണ്ടിരുത്തിയ ശേഷം നമ്മുടെ മുത്തശ്ശനില്ലേ പാണ്ഡയുടെ ബോഡി ഒരു ചെറിയ വാള് വെച്ചിട്ട് പീസ് ആക്കുകയാണ്. എന്നിട്ട് ഒരു ബാഗ് കൊണ്ടുവന്നിട്ട് ആ ഒരു പീസുകൾ മുഴുവൻ ആ ബാഗിൽ നിറച്ചിട്ട് ആ വീട്ടിലെ എല്ലാ രക്തപ്പാടുകളും തുടച്ച് വൃത്തിയാക്കാണ്. അങ്ങനെ ബ്ലഡൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഒരു കവറിൽ കെട്ടിയിട്ട് ആ ഒരു ബാഗ് കൊടുത്തിട്ട് ഒരു ബസ്സിൽ കയറിയിട്ട് എങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അധികം ആൾതാമസമൊന്നുമില്ലാത്ത ഒരു ഏരിയയിൽ ഇറങ്ങിയിട്ട് ഒരു ചെറിയ ഫോറസ്റ്റ് പോലെ അതിന്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ട് തകർന്നിട്ടുള്ള ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഉള്ളില് ആ ഒരു ബാഗ് കൊണ്ടിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അടുത്ത ദിവസമായിട്ടുണ്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ തന്റെ വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ആ ഒരു സങ്കടത്തിലാണ്. നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും മുത്തശ്ശി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് മനസ്സിന്റെ ഒരു സമാധാനത്തിനായിട്ട് അമ്പലത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസമില്ലേ നമ്മുടെ മുത്തശ്ശൻ കഴിഞ്ഞ ദിവസം ആ ബാഗ് കൊണ്ടിട്ട അതേ ബിൽഡിങ്ങിലേക്ക് പോയിട്ട് ആ ഒരു അവയവങ്ങളില്ലേ അത് മുഴുവനായിട്ട് കത്തിച്ച് കളയാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത ദിവസം വീണ്ടും അതേ ബിൽഡിങ്ങിലേക്ക് പോവാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം കത്തിച്ച് കളഞ്ഞ ആ ഒരു ബോഡിയിലെ എല്ലിന്റെ പീസുകളില്ലേ ആ പീസുകൾ മാത്രമായിട്ട് ഒരു കവറിലേക്ക് മാറ്റാണ്. അതായത് എല്ലും പീസ് പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാവല്ലോ ഇതൊരു ബോഡി ആരോ കത്തിച്ചാണെന്ന്. അങ്ങനെ ആ ഒരു ഏരിയയിലെ
എല്ലാ ചാരും ഫുള്ള് ക്ലീൻ ആക്കിയ ശേഷം ആ ഒരു എല്ലും പീസുകളും എടുത്തിട്ട് അവിടെ നിന്ന് നേരെ തന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ വരുമ്പോഴാണ് വരുന്ന വഴിക്ക് ഒരു മില്ല് കാണുന്നത്. എനിക്ക് കുറച്ച് ഗോതമ്പ് പൊടി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു 2000 രൂപ കൊടുക്കുമ്പോൾ കടയിലെ ജോലിക്കാരൻ പറയുന്നത് അയ്യോ ചേഞ്ച് ഇല്ലല്ലോ. അപ്പൊ മുത്തശ്ശൻ ഒരു കാര്യം ചെയ്യോ, എനിക്ക് വേണ്ടി ഒന്ന് ചേഞ്ച് ആക്കിട്ട് വരുമോ. അങ്ങനെ അങ്ങേര് അത് ചേഞ്ച് ആക്കാൻ പോകുമ്പോ ആ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ മുത്തശ്ശൻ നോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പോ കയ്യിൽ കൊണ്ടുവന്ന ഒരു എല്ലും പീസ് എടുത്തിട്ട് ആ ഒരു മെഷീൻ ഇടുകയാണ്. ഓൾറെഡി ആർക്ക് വേണ്ടി ഗോതമ്പ് പൊടിക്കുന്നില്ലേ, അപ്പൊ അതിന്റെ കൂട്ടത്തില് ആ ഒരു എല്ലും പൊടി പോകുന്ന കാണുമ്പോ നമ്മുടെ മുത്തശ്ശനില്ലേ ബാക്കി മുഴുവൻ എല്ലും ആ ഒരു മെഷീനിലേക്ക് തന്നെ ഇടുകയാണ്. അങ്ങനെ സാധാരണ ഗോതമ്പ് പൊടി പോലെ തന്നെ നല്ല നീറ്റായിട്ട് അത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ആ ഒരു ഗോതമ്പ് പൊടി എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ വന്നിരിക്കുമ്പോ 2000-ന് ചേഞ്ച് വാങ്ങാൻ പോയ ആള് പറയുന്നുണ്ട് എവിടുന്നും ചേഞ്ച് കിട്ടിയില്ലല്ലോ, എന്നൊരു കാര്യം ചെയ്യാം, നാളെ വന്നിട്ട് ഞാൻ പൊടി വാങ്ങിക്കോളാം. അങ്ങനെ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് മുത്തശ്ശിയോട് സംസാരിക്കാൻ നോക്കുമ്പോൾ അവർക്ക് സംഭവിച്ചതൊന്നും താങ്ങാനോ സഹിക്കാനോ പറ്റുന്നില്ല. അതിനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അടുത്ത ദിവസമില്ലേ നമ്മുടെ മുത്തശ്ശൻ ന്യൂസ് ചാനൽ വെച്ച് നോക്കുകയാണ്. അതായത് റൗഡി പാണ്ഡെ മരണപ്പെട്ടിട്ട് ഇപ്പൊ 3 ദിവസം കഴിഞ്ഞില്ലേ, അവനെ കാണാനില്ല എന്നുള്ള എന്തെങ്കിലും വാർത്ത ന്യൂസിൽ വന്നു നോക്കുമ്പോൾ അങ്ങനെ ന്യൂസ് ഒന്നും വന്നിട്ടില്ല. അപ്പോഴാണ് നെയ്ബറായിട്ടുള്ള നമ്മുടെ ബിട്ടൂല്ലേ അവൻ കയ്യിൽ പാസ്പോർട്ടും പിടിച്ചിട്ട് ആടിപ്പാടി വരുന്നത്. മുത്തശ്ശ അധികം വൈകാതെ ഞാൻ അമേരിക്കക്ക് പോവാണ്, പാസ്പോർട്ട് കണ്ട. അപ്പൊ മുത്തശ്ശൻ അതിന് നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അമേരിക്കയിലേക്ക് പോവാൻ പോവാ, പാസ്പോർട്ട് കിട്ടി, നിങ്ങളുടെ മോനിപ്പോ അമേരിക്കയിലല്ലേ, അപ്പോ ഈ വിസക്കുള്ള ഫോം എങ്ങനെയാ ഫില്ല് ചെയ്യാന്ന് അവനോട് ഹെൽപ്പ് വയ്ക്കാനാ. അപ്പോൾ അവനെ ഒന്ന് വിളിക്ക്, എനിക്ക് ആരും വിളിക്കാൻ പറ്റില്ല, ഞാനൊരു വാർത്ത കണ്ടോണ്ടിരിക്കുന്നത് കണ്ടില്ലേ, നീ വേറെ ആർത്തേയും പോയി ചോദിക്കും. അതെന്താ അങ്ങനെ അവൻ TV ഓഫ് ചെയ്യുമ്പോൾ മുത്തശ്ശന് വല്ലാതെ കലിപ്പ് വന്നിട്ട് അവന്റെ ആപ്ലിക്കേഷൻ തന്നെ കീറി പറിച്ച് കളയാണ്. അപ്പൊ ബിട്ടു അല്ല നിങ്ങൾക്ക് എന്താ പറ്റിയേ, നിന്റെ പാസ്പോർട്ട് ഒന്ന് നോക്കട്ടെ. എന്നിട്ട് ആ പാസ്പോർട്ട് കീറിക്കളി നോക്കുമ്പോ നിങ്ങൾക്ക് എന്താ പ്രാന്താണാ, എന്റെ പൊന്നു മാഷെ ഒരു സഹായം വേണ്ട, ഞാൻ പോയിക്കോളാം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ സബ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റും വരുന്നത്. അപ്പൊ വീട്ടിനോട് താൻ ആരാടോ, താനെന്തോടെ ചെയ്യുന്നേ. സാറേ ഞാനിവിടെ തൊട്ടപ്പുറത്താ ഇവരുടെ നെയ്ബറാ. അല്ലടാ നീ ഒരു 2-3 ദിവസമായിട്ട് ആ റൗഡി പാണ്ഡെ അവൻ എവിടെയെങ്കിലും കണ്ടിരുന്നോ, അവനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന കണ്ടിട്ടുണ്ട്, അല്ലാതെ പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. എന്താ സാറേ 3 ദിവസമായിട്ട് അവനെ കാണുന്നില്ല, അവനെ കാണാതെ നീ എവിടെ ഉണ്ടേ. സാറേ കുറച്ച് ദൂരമുള്ളൊരു അമ്പലത്തിൽ പോയതായിരുന്നു. എന്നാ പോയിക്കോ. അങ്ങനെ അവനെ പറഞ്ഞയച്ചിട്ട് നമ്മുടെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോണ്ടിരുന്ന ആ ഒരു റൗഡി പാണ്ഡെ അവനെ 3 ദിവസമായിട്ട് കാണുന്നില്ല, അപ്പോ നിങ്ങൾ കണ്ടിരുന്നോ. സാറേ അന്ന് ഞാൻ കംപ്ലൈന്റ് തരാൻ വന്നില്ലേ, അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അവന് വീട്ടിലേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞ സമയം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, എനിക്ക് ഇപ്പൊ തന്നെ പൈസ വേണമെന്ന് അവൻ വല്ലാതെ എന്നെ ഫോഴ്സ് ചെയ്തപ്പോ ഞാൻ എവിടുന്നേക്കോ ആ ഒരു പൈസ അവന് കൊടുത്തു. അപ്പൊ അവൻ കൊണ്ടുവന്ന മദ്യം കഴിച്ചിട്ട് അവൻ ഇവിടുന്ന് പോയതാ. ആ പൈസ അല്ല വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല, അവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ. സാറേ അവൻ എപ്പോഴൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴും കൂടെ ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ട് വരാറ്, എന്നാൽ ഇപ്രാവശ്യം അയാൾ ഒറ്റക്കായിരുന്നു. അല്ല അവൻ ഇവിടെ വന്നതിന് ശേഷം അവൻ ആരെങ്കിലും വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന പോലെയോ ആരെങ്കിലും അവൻ കൊന്നു കളയുന്നോ അല്ലെങ്കിൽ അവനെ ആരെങ്കിലും കൊല്ലുന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, എന്തെങ്കിലും സംഭവിച്ചിരുന്നോ, അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തോ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അവനെ അങ്ങനെ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല മുത്തശ്ശ ഈ വീട്ടില് നിങ്ങളല്ലാതെ വേറെ ആരെയുള്ളേ, കൂടെ എന്റെ ഭാര്യയുണ്ട്, നമ്മൾ 2 പേരും മാത്രമേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയെ വിളിക്കുമ്പോൾ അവർക്ക് ഒന്നും പറയാൻ പറ്റാതെ ഇതിനു മുൻപ് ഒരിക്കലും പോലീസിനെ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ചെറുതായിട്ട് വിറച്ച് നിൽക്കുകയാണ്. അപ്പൊ മുത്തശ്ശനാണെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് അധികം നിൽക്കാൻ പറ്റില്ല, മുട്ടുവേദനയാണ്, അതുപോലെ കുറെ ഹെൽത്ത് പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം മുത്തശ്ശി എവിടെയായിരുന്നു, എപ്പോഴാ വന്നത്, അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊക്കെ കറക്റ്റ് മറുപടി പറയാണ്. അപ്പോഴാണ് കൂടെ വന്ന അസിസ്റ്റന്റ് ഇല്ലേ അവിടെ മുത്തശ്ശൻ വെച്ചിട്ടുണ്ടായിരുന്ന നോവൽസിൽ നിന്ന് ഒരു ക്രൈം നോവൽ എടുത്തിട്ട് പറയുന്നത് അല്ല മുത്തശ്ശ നിങ്ങൾ ഈ നോവലിന്റെ അഡിക്റ്റാ, എനിക്കും ഈ ഒരു ഓതറിന്റെ എല്ലാ ക്രൈം നോവൽസും ഭയങ്കര ക്രൈസാ. അങ്ങനെ നമ്മുടെ SI ഇല്ലേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ശേഷം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും വല്ലാതെ പ്രായ ആൾക്കാരല്ലേ, പാണ്ഡയെ പോലെ ഒരു മല്ലനെ ഇവരിപ്പോ എന്ത് ചെയ്യാനാ. അങ്ങനെ അവർ 2 പേരും അവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ പോലീസ് പോയി കഴിഞ്ഞപ്പോ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇതുപോലെ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാല് നീ ഇങ്ങനെ പേടിച്ച് പറിച്ചു നിന്നാല് അവർക്ക് നമ്മുടെ മേലെ സംശയം വരില്ലേ, ഇപ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിച്ചേക്ക്, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം, നിനക്കൊരു ക്ഷമയില്ലാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഒരു കത്തി എടുത്തിട്ട് തന്റെ ഭാര്യത്തിന് കുത്തുകയാണ്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശി ഞെട്ടി എഴുന്നേൽക്കാണ്, അതായത് ഉള്ളിലെ ഭയം കൊണ്ട് അവര് കണ്ട സ്വപ്നമായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസമില്ലേ നമ്മുടെ റൗഡി പാണ്ഡയുടെ ഭാര്യ തന്നെയ മകളെ കൂട്ടിയിട്ട് മുത്തശ്ശിയും കാണാൻ വരികയാണ്. എന്നിട്ട് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എന്റെ ഹസ്ബൻഡിനെ കാണാനില്ല, അവസാനമായിട്ട് അയാള് നിങ്ങളെ കാണാൻ ഈ വീട്ടിലേക്ക് വന്നു എന്നാണ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാല് അങ്ങേരുടെ സ്വഭാവം വളരെ മോശമാണ്, ഞാനും വല്ലാതെ സഹിക്കട്ട അയാളുടെ കൂടെ ജീവിക്കുന്നത്. എന്നാൽ എന്റെ മോൾക്ക് അയാൾ നല്ലൊരു അച്ഛനായിരുന്നു, ഇവളുടെ അച്ഛനെ കാണാതായ ശേഷം ഇവള് അച്ഛൻ എപ്പോഴാ വരിക, എവിടെയാ പോയത്, അങ്ങനെ വല്ലാതെ സങ്കടത്തില് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അങ്ങനെ എവിടെയാ പോയതെന്നറിയില്ല, ഇനി നിങ്ങൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് വരാൻ പറയണേ. അപ്പൊ മുത്തശ്ശൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയെങ്കിലും പോയതായിരിക്കും, പോലീസ് കണ്ടുപിടിച്ച് നിങ്ങളുടെ അരികിൽ എത്തിച്ചോളൂ, തൽക്കാലം ടെൻഷനൊന്നും ഇല്ലാതെ വീട്ടിലേക്ക് പോയിക്കോ. അങ്ങനെ അവരവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നാൽ മുത്തശ്ശിയാണെങ്കിൽ നമ്മള് വലിയ തിന്മ ചെയ്തേ, നമ്മള് വലിയ പാവികളാണ്. എന്നാൽ മുത്തശ്ശനാണെങ്കിൽ സാഹചര്യം മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവര് അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നേയില്ല. അങ്ങനെ അന്ന് ഈവനിങ് നമ്മുടെ
നമ്മുടെ മുത്തശ്ശനില്ലേ കുറെ നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച ശേഷം എന്തൊക്കെ പറഞ്ഞാലും ഒരു ജീവൻ താൻ എടുത്തുപോയില്ലേ, ചെയ്തത് തെറ്റ് തന്നെയാ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, സ്റ്റേഷനിൽ സറണ്ടർ ആവാം. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് നമ്മുടെ അസിസ്റ്റന്റിനോട്, അല്ല ഇൻസ്പെക്ടർ സാറ് അദ്ദേഹം എവിടെയുള്ള? അപ്പൊ അസിസ്റ്റന്റ് അങ്ങനെ ഒരു ചെറിയ ജോലി ആവശ്യത്തിന് പുറം നാട്ടിലേക്ക് പോയതാ, വരാനൊരു 2-3 ദിവസം കഴിയും, എന്തെങ്കിലും അർജന്റ് കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അതായത് അതില്ലേ. അപ്പൊ അസിസ്റ്റന്റ് നിങ്ങൾ ആ റൗഡി പാണ്ഡെ കുറിച്ച് പറയാൻ പോന്നേ? അതെ സാറേ, ഞാൻ അവനെ കൊന്നുകളഞ്ഞ്. അയാളെ കൊന്ന ശേഷം അയാളുടെ ശരീരം തുണ്ടായിട്ട് മുറിച്ചെടുത്തിരുന്നില്ലേ? സാറ് പറഞ്ഞാൽ ശരിയാ, അതുപോലെ തന്നെ മുറിച്ചെടുത്തു. എന്നിട്ട് നിങ്ങൾ ആ ഒരു ബോഡിയുടെ പാർട്സ് മുഴുവൻ ഒരു ബാഗിലാക്കിയിട്ട് ജനവാസമൊന്നുമില്ലാത്ത ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ആ പാർട്സ് മുഴുവനായിട്ട് കത്തിച്ച് കളഞ്ഞില്ലേ? അതെ സാറേ. അങ്ങനെ ചാമ്പലായ ശേഷം അതിലുണ്ടായിരുന്ന ബാക്കി എല്ലും പീസുകൾ ആരുടെയും കയ്യിൽ കിട്ടാതിരിക്കാൻ വളരെ സേഫായിട്ട് ഒരു സ്ഥലത്ത് ഡിസ്പോസ് ചെയ്ത് കളഞ്ഞില്ലേ? സാറേ, നിങ്ങൾ പറഞ്ഞൊക്കെ വളരെ കറക്റ്റാണ്. എങ്ങനെ ഇത് മനസ്സിലായത്? എന്റെ മാഷേ, മുത്തശ്ശ, നിങ്ങൾ വായിക്കുന്നതിന് മുൻപ് ആ നോവൽ ഞാനും വായിച്ചതാ. വെറുതെ ഡ്രാമ ഇറക്കാണ്ട് മാഷ് വീട്ടിൽ പോ. അല്ല സാറേ, സത്യമായിട്ട് അവനെ ഞാനാ കൊന്നുകളഞ്ഞേ. അപ്പൊ അസിസ്റ്റന്റ് ഇല്ലേ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് പുറത്തു കൊണ്ടായി കൊടുക്ക്, ഇയാൾ കുറെ അധികം ക്രൈം നോവൽസ് ഒക്കെ വായിച്ചിട്ട് കിളി പോയി തോന്നുന്നുണ്ട്, എണീച്ച് നിൽക്കാൻ പോലും പറ്റാത്ത ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തു. അങ്ങനെ ഒരു പോലീസുകാരൻ അങ്ങനെ പുറത്തേക്ക് കൊണ്ടു നോക്കുമ്പോൾ ഞാൻ പോയിക്കോളാം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനില്ലേ നേരെ വീട്ടിലേക്ക് വരികയാണ്. വല്ലാതെ ടെൻഷനില്ലേ, ജീവിതത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ പോയിക്കൊണ്ടിരുന്ന മുത്തശ്ശിയോട്, എനിക്ക് ഒരു കാര്യം പറയാണ്ട്, നീ ഇവിടെ ഒന്ന് വന്നിരിക്കും. മുത്തശ്ശിയാണെങ്കിൽ വല്ലാതെ ഭയന്നു വന്നിരിക്കുമ്പോൾ അന്ന് നടന്ന എല്ലാ കാര്യം പറയാണ്. ആ ഒരു പാണ്ഡെ അവൻ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ വല്ലാതെ ഉപദ്രവിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ എന്താ പറഞ്ഞെന്നറിയോ? അവന് നമുക്ക് ജനിക്കാതെ പോയ മോളില്ലേ നൈന, അവളെ കൂട്ടിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവന്റെ ആഗ്രഹം തീർക്കാന് അവന്റെ കൂടെ നിന്നാല് അവന് കൊടുക്കേണ്ട കടത്തിൽ നിന്ന് 1 ലക്ഷം കുറയ്ക്കാന്നും 5 മാസത്തെ അടവ് അവൻ അടച്ചോളെന്നും പറഞ്ഞു. എന്റെ മോളെ കുറിച്ച് ഒരുത്തൻ എന്റെ മുമ്പിലിരുന്ന് പറയുമ്പോൾ എനിക്ക് പറ്റിയില്ല. ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നീ എന്തായിരുന്നു ചെയ്യാ? ഇപ്പോഴാണ് നമ്മുടെ മുത്തശ്ശിക്ക് ശരിക്കും എന്താണെന്ന് സംഭവിച്ചെന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലാവുന്നേ. ഞാൻ ആ പാണ്ഡെ അവനെ കൊന്നതല്ല, ഇതുപോലെ ഒരു നാരദ ജന്മത്തിന് ഞാൻ വധം ചെയ്തതാണ്. കാരണം അന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പാണ് എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ മോള് നൈനയെ അവൻ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയും ചെയ്യും, അവൻ അവൾ ഉപദ്രവിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ജീവനില്ലാതെ ആയിരിക്കും അവളെ കിട്ടുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എനിക്ക് അതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ മുത്തശ്ശിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതും. എത്രയും നാള് മുത്തശ്ശനോട് മൗനവ്രതായിരുന്നില്ലേ, ദേഷ്യവും പേടിയും വിഷമൊക്കെ ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ അവസാനം മുത്തശ്ശന് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ഇടയിലുള്ള ആ ഒരു ടെൻഷനൊക്കെ പതിയില്ലാതാവുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ SI ഇല്ലേ കേസ് അന്വേഷണം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ആ ഒരു റൗഡി പാണ്ഡയുടെ നമ്പറിലേക്ക് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അസിസ്റ്റന്റ്, അല്ല സാറേ, അവൻ ഫോൺ ഓഫാക്കി വെച്ചതല്ലേ, പിന്നെ വീണ്ടും ട്രൈ ചെയ്യണോ? അപ്പൊ SI, അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഇപ്പൊ എന്റെ സംശയം. അപ്പൊ അസിസ്റ്റന്റ്, സാർ ഒരു കാര്യം പറയാൻ വിട്ടോയി, ഇന്ന് നമ്മുടെ ആ ഒരു മുത്തശ്ശൻ മിശ്ര മാസ്റ്റർ ഇല്ലേ, അങ്ങേര് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അങ്ങേരാണ് പാണ്ഡയെ കൊലപ്പെടുത്തിയെന്നും അവന്റെ ബോഡി കഷ്ണാക്കിയിട്ട് കത്തിച്ചളഞ്ഞെന്നൊക്കെ പറഞ്ഞു. അതായത് അന്ന് ഞാൻ പറഞ്ഞില്ലേ അയാളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു നോവല്, അതിലെ അതേ കഥ അയാൾ വന്ന് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പൊ ഇൻസ്പെക്ടർ, എന്ത് അയാൾ വന്നിട്ട് കൊലപാതകം സമ്മതിച്ചു? ഏത് നോവൽ സ്റ്റോറിന്ന്? അങ്ങനെ അസിസ്റ്റന്റ് നടന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇൻസ്പെക്ടർ കട്ടക്കലിപ്പില് തന്റെ തലയിൽ ഒന്നുമില്ലടാ, അയാൾ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് അയാൾ ചെയ്ത കുറ്റം സമ്മതിച്ചിട്ട് സറണ്ടർ ആവാൻ ട്രൈ ചെയ്തപ്പോ നീ ഏതോ നോവൽ കഥയെന്ന് പറഞ്ഞിട്ട് അയാൾ എന്തിനാ വീട്ടിലേക്ക് പറഞ്ഞയച്ചേ? അയാൾ പറഞ്ഞത് മൊത്തം സത്യമായിരിക്കും. കുറെ നാളെ പിന്നെ പാണ്ഡെ എവിടെയാ പോയത്? നാളെ തന്നെ അയാളോട് സ്റ്റേഷനിലേക്ക് വരാൻ പറ. അങ്ങനെ അടുത്ത ദിവസം മുത്തശ്ശനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അല്ല സാറേ, എന്താ വരാൻ പറഞ്ഞെന്നോ? ഇതിൽ ഒപ്പിടുന്നു. എന്തിനാ സാറേ ഞാൻ ഒപ്പിടുന്നത്? അല്ല, താനല്ലേ കഴിഞ്ഞ ദിവസം വന്നിട്ട് ആ റൗഡി താനെ കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയേ. അപ്പോ താൻ പറഞ്ഞ കാര്യങ്ങള് ഒന്ന് എഴുതിയെടുത്തേ ഉള്ളൂ. അപ്പൊ അത് എഗ്രി ചെയ്തോണ്ട് സൈൻ ചെയ്യേ. അല്ല സാറെന്താ പറയുന്നേ? ഞാൻ ആരെ കൊന്നു? പാണ്ഡെ കൊന്നു? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പിന്നെ താൻ എന്താ പറഞ്ഞേ? അത് സാറേ, ഈ അസിസ്റ്റന്റ് എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞ നോവലില്ലേ, അതിന്റെ പുതിയ ലക്കം വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു പേജില് സീനിനെ കുറിച്ചാ പറഞ്ഞേ. അല്ലാതെ എന്നെ പോലെ ആരോഗ്യമില്ലാത്ത ഞാന് പാണ്ഡയെ പോലൊരു മല്ലനെ എങ്ങനെയാ സാറേ കൊല്ലുക? എന്ന് ഇൻസ്പെക്ടർ, വെറുതെ താൻ പ്ലേറ്റ് മറിക്കല്ലേ. ചെയ്ത തെറ്റ് സ്വന്തം സമ്മതിച്ചോ? ഇനിയിപ്പോ ഞാനാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ ചിലപ്പോ ആളുകളുടെ മുമ്പെന്ന് പിടിച്ചഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ മുത്തശ്ശൻ, അല്ല സാറേ, എന്താ എന്നെ അറസ്റ്റ് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യാൻ അതിനു മാത്രം സ്ട്രോങ് ആയിട്ടുള്ള എന്ത് എവിഡൻസ് സാറിന്റെ കയ്യിലുള്ള? ഞാനാ കൊന്നതെന്ന് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റുക? നിങ്ങൾക്ക് കൊല്ലപ്പെട്ട പാണ്ഡയുടെ ബോഡി വരെ കണ്ടെത്താൻ പറ്റുമോ? എന്നിട്ട് ആ ബോഡി ചെക്ക് ചെയ്തിട്ട് ആ ബോഡിയിൽ എന്റെ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും DNA കിട്ടിയോ? അതല്ലെങ്കിൽ ഞാൻ ആ പാണ്ഡയെ കൊലപ്പെടുത്തുന്നതെന്ന് ആരെങ്കിലും കണ്ട് ദൃക്സാക്ഷികൾ സാറടുത്ത് വന്നിട്ട് സാക്ഷി പറഞ്ഞു? അതായത് നമ്മുടെ മുത്തശ്ശൻ കുറേയധികം ക്രൈം നോവൽസ് വായിച്ചിട്ടില്ലേ, അതുകൊണ്ട് തന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത്, എന്തൊക്കെയാ പറയേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു നോളജ് ഉണ്ട്. അപ്പൊ മുത്തശ്ശൻ, സാറിന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പോര്, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. വീട്ടിൽ കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞിട്ട് മുത്തശ്ശനില്ലേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഏതൊരാള് മുത്തശ്ശനെ കൂട്ടിട്ട് കൊണ്ടുപോവാണ്. അപ്പൊ മുത്തശ്ശൻ, അല്ല നിങ്ങൾ ഇത് എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുവന്നേ? അത് കുറച്ച് കടന്നുകൾ വാങ്ങിയിരുന്നില്ലേ, അപ്പൊ ആ പൈസ വന്ന രാത്തോർ സാറ് അങ്ങനെ അടുത്തേക്കാ. അതായത് പാണ്ഡയുടെ ബോസ് രാത്തോർ അങ്ങനെ അടുത്ത് തന്നെ. അപ്പൊ അവിടെ എത്തിയപ്പോ രാത്തോർ പറയുന്നുണ്ട്, അല്ല സാറേ, 10 ലക്ഷം വാങ്ങിയിട്ട് മര്യാദക്ക് അതിന്റെ പലിശ പോലും തരുന്നില്ലല്ലോ. അപ്പൊ മുത്തശ്ശൻ,
അല്ല സാറേ, ഓൾറെഡി ഞാൻ കൊടുക്കാനുള്ള എല്ലാ പൈസയും അതിന്റെ പലിശയൊക്കെ എനിക്ക് പൈസ കൊണ്ട് തന്ന പാണ്ഡയില്ലേ ആ റൗഡി, അവന്റെ കയ്യിൽ ഞാൻ കൊടുത്തിരുന്നല്ലോ. അപ്പൊ റാത്തോർ അതിന് കുറച്ചു നാളായിട്ട് പാണ്ഡെ അവനെ കാണുന്നില്ല. അവൻ എന്താ പറ്റിയേ, എവിടെയാ പോയതെന്നും അറിയില്ല. അവന്റെ കയ്യിൽ പൈസ കൊടുത്തോ ഇല്ലോന്ന് എനിക്ക് അന്വേഷിക്കാനും സമയമില്ല. അതുകൊണ്ട് ഒരു 3 ദിവസം ഞാൻ നിങ്ങൾക്ക് തരും. ആ സമയത്തിനുള്ളിൽ എന്റെ പൈസ 10 ലക്ഷവും അതിന്റെ പലിശയും കിട്ടണം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടില്ലേ അത് എന്റെ കയ്യിലിരിക്കും. എന്നാലും മുത്തശ്ശൻ, അല്ല സാറേ, ഓൾറെഡി ഞാൻ പൈസ കൊടുത്തല്ലേ, പിന്നെ ഇപ്പൊ എന്താ, കൂടുതലൊന്നും പറയാനില്ല, ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ മുത്തശ്ശിയില്ലേ, അവര് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ നമ്മുടെ പോലീസ് SI ഇല്ലേ, അങ്ങനെ മുത്തശ്ശി ചോദ്യം ചെയ്യാണ്. ആഹാ കൊള്ളാലോ, കെട്ടവനും കെട്ടവളും കൂടി ഒരാളെ കൊന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നല്ല നാടകാലേ, ചെയ്ത കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാല് വലിയ പ്രശ്നമൊന്നുമില്ലാതെ സമാധാനത്തില് ജയിലിൽ കഴിയാം. അല്ലാതെ വയസ്സുകാലത്ത് എന്തിനാ വെറുതെ പോലീസിനെ കൊണ്ട് ശരീരത്തില് കവിയിപ്പിക്കുന്നത്, വേദന സഹിക്കാൻ പറ്റില്ല. എന്നാലും മുത്തശ്ശി, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ആരും കൊന്നിട്ടൊന്നുമില്ല. ആ പാണ്ഡെ വീട്ടിൽ വന്നെന്ന് പറയുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൽ വന്നതായിരുന്നു. പിന്നെ വീട്ടിൽ ആകെ എന്റെ ഭർത്താവാണ്. അങ്ങേരുടെ ആരോഗ്യം നിങ്ങൾക്ക് അറിയുന്നില്ലേ. ഇനിയിപ്പോ എങ്ങനെയൊക്കെ ട്രൈ ചെയ്താലും ആ പാണ്ഡയെ പോലൊരു മല്ലനെ അങ്ങേർക്ക് കൊല്ലാനൊന്നും പറ്റില്ല. അങ്ങനെ മുത്തശ്ശി നേരെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്ത കാര്യമൊക്കെ മുത്തശ്ശനോട് പറയുമ്പോൾ ആ ഒരു റൗഡി റാത്തോടില്ലേ, അയാൾ കൊടുക്കാനുള്ള 10 ലക്ഷവും പലിശയും തിരിച്ചടക്കാൻ വേണ്ടി ചോദിച്ച കാര്യം മുത്തശ്ശിയോട് പറയാണ്. അപ്പൊ മുത്തശ്ശൻ, ഇനിയിപ്പോ നമുക്ക് ആകെ ഒരു വഴിയുള്ളൂ, നമ്മുടെ കടത്തിനെ കുറിച്ച് മോനോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അവന്റെ കാല് പിടിക്കേണ്ടി വന്നില്ല, അങ്ങനെയെങ്കിലും കെഞ്ചിയിട്ടെങ്കിലും ആ പൈസ കൊടുത്ത് വെട്ടിക്കളയാം. അങ്ങനെ സാധാരണ പോലെ തന്നെ അവര് കഫേയിലേക്ക് പോയിട്ട് തന്റെ മകന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവനും ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ മുത്തശ്ശിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. നിന്നെ വളർത്തി വലുതാക്കിയിട്ട് പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കാന് അമേരിക്കയിലേക്ക് പോകാന് പൈസ വേണമെന്ന് പറഞ്ഞപ്പോ ജീവിതകാലം മുഴുവൻ നിന്റെ അച്ഛൻ സമ്പാദിച്ച ആ ഒരു സമ്പാദ്യവും അതിന്റെ പുറമെ ആകെ ഉണ്ടായിരുന്ന വീടും റൗഡികൾക്ക് പണയം വെച്ചിട്ടാടാ നിനക്ക് ആ പൈസ തന്ന് നിന്നെ അയച്ചത്. അപ്പോ നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോലി കിട്ടി കുറച്ചു നാളിൽ തന്നെ പൈസ തിരിച്ചടച്ചേക്കാന്ന്. എന്നിട്ട് അതിന്റെ മാസ അടവിന് നിന്നെ വിളിച്ചാല് നീ ഒഴിഞ്ഞു മാറുക. ഇനി അധികം ദിവസമില്ല, 3 ദിവസത്തിനുള്ളിൽ ആ പൈസ മുഴുവൻ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കയറി കിടക്കാനുള്ള ഒരു ഷെൽട്ടർ, ആ വീടില്ലാതെയാവും. ഇനിയിപ്പോ 10 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കാനുണ്ട്, ആ പൈസ എങ്ങനെയെങ്കിലും അയക്കി. അപ്പൊ മാനാണെങ്കിൽ 10 ലക്ഷോ, അതിന് ഞാൻ എവിടെ പോനാ? ഞാൻ ഇപ്പോഴാണ് ഇവിടെ അമേരിക്കയിൽ എനിക്ക് വേണ്ടി ഒരു വീടെടുത്തത്, അതിന്റെ EMI തന്നെ എനിക്ക് മാസം അടക്കാൻ പറ്റുന്നില്ല. 10 ലക്ഷം പോയിട്ട് 10 രൂപ പോലും ഇപ്പൊ എനിക്ക് അയക്കാൻ പറ്റില്ല. അപ്പൊ മുത്തശ്ശൻ മറുത്തൊന്നും പറയാതെ ആ വീഡിയോ കോൾ കട്ടിയാണ്. അപ്പൊ മുത്തശ്ശനെ നോക്കുമ്പോ ആ ഒരു മോന്റെ കണക്കില്ല, അതോടെ ക്ലോസ് ചെയ്തേക്ക്. ഇനി നമുക്ക് അങ്ങനെ ഒരു മോനില്ല, അവനിനി നമ്മൾ കാണാനോ വിളിക്കാനോ പോകുന്നില്ല. ഒരു ജീവിതകാലം മുഴുവൻ അവന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ട് നമ്മൾ തെരുവിലായിപ്പോന്ന് അറിഞ്ഞിട്ടും അവന്റെ മനസ്സിന് ഒരു മാറ്റം ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ആ വീഡിയോ കോളിന്റെ പൈസ ഇല്ലേ അത് കൊടുത്തിട്ട് വാ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇൻസ്പെക്ടറില്ലേ, അങ്ങേര് പാണ്ഡേക്ക് പരിചയമുള്ള പലരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടുവന്ന റിക്ഷ ഡ്രൈവറില്ലേ, അങ്ങേരോട് അവസാനമായിട്ട് പാണ്ഡെ നീ എപ്പോഴാണ് കണ്ടെന്ന് ചോദിക്കുമ്പോൾ, സാറേ നിങ്ങൾ പറയുന്ന പോലെ ആ പാണ്ഡെ മിസ്സായെന്ന് പറയുന്ന അന്ന് രാത്രിയാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ മുത്തശ്ശനില്ലേ, അങ്ങേര് കയ്യിൽ 2 ബാഗുമായിട്ട് എന്റെ വണ്ടിയിൽ വന്ന് കയറി. അന്ന് അങ്ങരുടെ മുഖത്ത് എന്തോ സന്തോഷമൊന്നുമില്ല, സാധാരണ അങ്ങനെ തന്നെ ഉണ്ടാവാറ്. എന്നാൽ എപ്പോഴും എന്റെ വണ്ടി വിളിച്ചാല് ബാർഗെയിൻ ചെയ്ത് പൈസ കുറച്ച് തരാറുള്ളൂ. എന്നാൽ അന്നാണെങ്കിൽ ഞാൻ ചോദിച്ച പൈസ മുഴുവൻ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ല സാറേ ഈ സമയത്ത് ഈ ബാഗൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാ പോകുന്നത്? എന്നാൽ അങ്ങേര് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അങ്ങനെ നേരെ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇറക്കി വിടായിരുന്നു. അല്ല വേറെ എന്തെങ്കിലും നീ കണ്ടിരുന്നോ? വേറെ എന്താ സാറേ, അന്ന് പോകുമ്പോ ATM ഇറങ്ങിയിട്ട് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏത് ATM എന്നാണ് ഏത് സമയത്താണ് പൈസ എടുത്തത് നോട്ട് ചെയ്തിട്ട് ആ ഒരു വിഷ്വൽ ചെക്ക് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുത്തശ്ശൻ ATM നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. അതുപോലെ പുറത്ത് ആ ഒരു സൈക്കിൾ റിക്ഷ വണ്ടിയുണ്ട്, അതിൽ ആ ഒരു 2 ബാഗും ഉണ്ട്. എന്നാൽ മുത്തശ്ശന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷനുള്ള പോലെ. എന്നാൽ ഇപ്പോ അത് വെച്ചിട്ട് കൂടുതലായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ ഇൻസ്പെക്ടറിന് പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഇൻസ്പെക്ടറിലെ മുത്തശ്ശനെ മീറ്റ് ചെയ്തിട്ട്, പാണ്ഡയെ കൊന്നുകളഞ്ഞത് നിങ്ങളെ തന്നെയാന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അവൻ ചത്താലും ഇല്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാൽ എനിക്ക് അറിയേണ്ട കാര്യം, അവന്റെ കയ്യിൽ അവന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നില്ലേ, അതെവിടെയുള്ളത്? അത് മാത്രം എനിക്ക് തന്നാൽ മതി. അപ്പൊ മുത്തശ്ശൻ, അല്ല സാറേ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ ആരെയും കൊന്നിട്ടില്ലാന്ന്, പിന്നെ വെറുതെ ഒരു ബന്ധുവില്ലാത്ത എന്തൊക്കെയോ ചോദിച്ചേ അവന്റെ ഫോണ് അതൊക്കെ എന്റെ കയ്യിൽ എങ്ങനെ വരിക? അപ്പൊ ഇൻസ്പെക്ടർ, ആ ഫോൺ എന്റെ കയ്യിൽ തരികയാണെങ്കിൽ ഞാൻ ഒന്നും അറിയാത്ത പോലെ ഒന്നും നടക്കാത്തവരോട് പോയിക്കോളാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ കയ്യിൽ നിൽക്കില്ലേ. എന്നാൽ എന്ത് പറഞ്ഞിട്ടും മുത്തശ്ശൻ പറഞ്ഞെടുത്തുനിന്ന് ആനകാതെ നിൽക്കുമ്പോൾ എത്ര ചോദിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ഇനിയിപ്പോ ഞാൻ അറസ്റ്റ് വാറണ്ടോടെ യൂണിഫോമോടെ തന്നെ വന്ന് കണ്ടോളാം. അതും പറഞ്ഞ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിൽ മുത്തശ്ശനില്ലേ നേരെ വീട്ടിൽ വന്നിട്ട് ആ പാണ്ഡയുടെ ഫോണ് ആ വീട്ടിൽ എവിടെയുള്ളതെന്ന് തേടി നോക്കുന്നുണ്ട്. കാരണം അന്ന് മുത്തശ്ശൻ പാണ്ഡയെ കൊലപ്പെടുത്തിയ ശേഷം അവന്റെ ബോഡി ഡിസ്പോസ് ചെയ്യാനുള്ള ആ ഒരു തിരക്കിലായിരുന്നില്ലേ. അപ്പൊ അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് മുത്തശ്ശൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വീട് മുഴുവനായിട്ട് തേടി നോക്കിയിട്ട് അവസാനം അവരുടെ സോഫയില്ലേ അതിന്റെ ഇടയിലായിട്ട് ആ ഫോൺ കുടുങ്ങി കിടക്കുന്നുണ്ട്. ആ ഫോണിൽ അധികം ചാർജ് നിൽക്കില്ലല്ലോ, പലപ്പോഴും നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയി പോയതാണ്. അങ്ങനെ ആ ഒരു ഫോൺ എടുത്ത് ഒരു മൊബൈൽ ഷോപ്പ്
കടയിൽ പോയിട്ട് ആ ഫോൺ ഫുൾ ചാർജ് ആക്കിയിട്ട് ആ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കാരണം നമ്മുടെ ഇൻസ്പെക്ടർ ഈ ഫോണിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഫോണില് എന്തോന്നില്ലേ. അപ്പോൾ നമ്മുടെ മുത്തശ്ശനില്ലേ ആ ഫോണില് ഏതൊരു വീഡിയോ കാണുന്നുണ്ട്. എന്നാൽ അതിലെന്താ കണ്ടേ, എന്ത് വീഡിയോ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മുത്തശ്ശൻ നേരെ വീട്ടിലേക്ക് വരുമ്പോ ആ റാത്തോറില്ലേ തന്റെ ആളെയും കൂട്ടിയിട്ട് 3 ദിവസം കഴിഞ്ഞില്ലേ ഇതുവരെ മുത്തശ്ശൻ പറഞ്ഞ പൈസ കൊടുക്കാത്തതുകൊണ്ട് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചിട്ട് വീട് ഒഴിപ്പിക്കാൻ നോക്കുകയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ മുത്തശ്ശനെ സഹിക്കാൻ പറ്റാതെ എന്റെ ഭാര്യയുടെയോ വീട്ടിൽ ഒരു സാധനത്തിന് മേലെ കൈവെക്കല്ലേ പറഞ്ഞിട്ട് കേൾക്കാതായപ്പോ ആ ഒരു റാത്തോർ വന്ന ഒരു വണ്ടിയുടെ ചില്ല് നമ്മുടെ മുത്തശ്ശൻ അടിച്ചു പൊട്ടിക്കാണ്. അതിൽ കാലിപ്പായിട്ട് അങ്ങേരില്ലേ മുത്തശ്ശന്റെ മുഖത്തടിക്കാണ്. അതിൽ അങ്ങേര് താഴെ വീണവരുണ്ട്. ഞങ്ങള് പൈസ തന്നതല്ലേ, ഞങ്ങളെ വിട്ടേക്ക്, മര്യാദക്ക് തന്നോട് പറഞ്ഞ പോലെ വീട് ഒഴിവാക്കിയിട്ട് പോയിക്കോളാം. എന്നിട്ട് അവരവിടെ നിന്ന് പോവാണ്. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. രണ്ടുപേരും സങ്കടത്തിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന് വല്ലാതെ പരിക്ക് പറ്റിയില്ലേ. അങ്ങനെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ വന്നിട്ട് മുത്തശ്ശിയോട് ഒന്ന് പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് അവസാനമായിട്ട് ഒരവസരം ഞാൻ നിങ്ങൾക്ക് തരാം, അപ്പോ സത്യം പറ. അപ്പൊ മുത്തശ്ശൻ എനിക്കല്ല ഇൻസ്പെക്ടറെ, തനിക്കുള്ള അവസാനത്തെ അവസരം ഇത്. താൻ ചെയ്ത എല്ലാം ഈ ഫോണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ ഫോൺ വെച്ചോ. അന്ന് ആ റൗഡി പാണ്ഡയെ ഞാൻ തന്നെ കൊന്നുകളഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ഉപദ്രവിച്ചത് പോരാതെ എന്റെ മോളെ കാണുന്ന ആ കുട്ടിയെക്കുറിച്ച് അവൻ പറഞ്ഞിട്ട് അവസാനം ചോദിച്ചപ്പോ എനിക്ക് ഉറപ്പായിരുന്നു അന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ അവൻ ആ കുഞ്ഞിനെ ഉപദ്രവിക്കും. ജീവിതത്തിൽ കുറേ പ്രശ്നമുണ്ട്. അതിൻ്റെ ഇടയിൽ ആകെ മനസ്സിനൊരു സമാധാനം ആ ഒരു കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കുഞ്ഞിനെ മാത്രമല്ല പോലീസാറെ, സാറിനെയും ഞാൻ അവൻ്റെ അടുത്ത് രക്ഷപ്പെടുത്തിയതല്ലേ. അപ്പോൾ ഇനി എന്താന്ന് വെച്ചാൽ സാറ് ചെയ്യേ. അങ്ങനെ ഇൻസ്പെക്ടറല്ലേ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നിട്ട് ആ ഒരു ഫോണിലുണ്ടായിരുന്ന വീഡിയോ പ്ലേ ചെയ്യുമ്പോഴാണ് ആ വീഡിയോ എന്തായിരുന്നെന്ന് നമ്മൾ കാണുന്നേ. കഥയുടെ ആരംഭത്തിൽ ഒരു പെൺകുട്ടി ഡ്രസ്സ് മാറി കണ്ടിരുന്നില്ലേ, അതൊരു പെൺകുട്ടി ഡ്രസ്സ് മാറ്റായിരുന്നില്ല, മറിച്ച് ആ നാട്ടിലെ MLA ഭാര്യയില്ലേ അവരുമായിട്ട് നമ്മുടെ SIയുടെ ഒരു റിലേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച ഫോണിൽ റെക്കോർഡ് ചെയ്തത് വേറെ ആരുമല്ല നമ്മുടെ റൗഡി പാണ്ഡെ തന്നെയാണ്. അതായത് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഓരോ പ്രാവശ്യം പൈസ കൂടുതൽ വേണം അങ്ങനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് നേരെ ഇൻസ്പെക്ടറിനോട് കാണിച്ചിട്ട് MLAയുടെ ഭാര്യയായിട്ട് നല്ല പെർഫോമൻസ് ആണല്ലോ, പൊന്നു സാറ് ഇനി 1 രൂപ തരാൻ പറ്റില്ല, ഇനി എപ്പോഴെങ്കിലും പൈസ എന്ന് പറഞ്ഞ് പിന്നാലെ വന്നാല് ഈ ഒരു വീഡിയോയുടെ വിഷ്വല് നാട്ടുകാർ കാണും, പിന്നെ MLAയും അയാളുടെ ആൾക്കാരും തന്നെ എന്താ ചെയ്യാന്ന് ഞാൻ പറയണ്ടല്ലോ. അതേ സമയത്താണ് നമ്മുടെ മുത്തശ്ശൻ സ്റ്റേഷനിലേക്ക് വരുന്നതും ആ ഒരു പോലീസുകാരൻ വിറച്ചിരിക്കുന്ന കണ്ടിരുന്നതും. ഇപ്പോ പോലീസുകാരൻ ഉറപ്പാണ് പാണ്ഡയെ കൊലപ്പെടുത്തിയത് മുത്തശ്ശൻ തന്നെയാണ്. അതിലൂടെ ഒരു കണക്കിന് താനും രക്ഷപ്പെട്ടില്ലേ. എന്നാൽ ഒരിക്കലും ആ ഒരു മുത്തശ്ശൻ അങ്ങനെ കുടുങ്ങാൻ പാടില്ല, കാരണം തന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പാണ്ഡയെ കൊലപ്പെടുത്തിയ ആ ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ ഡോണിലെ റാത്തോർ അയാളുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ഡോണിനെ പിടിച്ചു വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. അതായത് റാത്തോടാണ് പാണ്ഡയെ കൊലപ്പെടുത്തിയെന്ന് അവന്റെ തലയിൽ ആ കേസ് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡോൺ ആണെങ്കിൽ തനിക്ക് ഞാൻ എത്രയൊക്കെ പൈസ നേടാ, എന്നെ വെറുതെ വിട്ടോ, അധികം ദിവസം ഞാൻ ജയിലുണ്ടാവില്ല, പുറത്തു വന്നാല് പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പൊ ഇൻസ്പെക്ടർ താൻ പുറത്ത് വന്നാലല്ലേ വന്നിട്ട് കാണിക്ക്. അതേ സമയത്താണ് അങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് നമ്മുടെ മുത്തശ്ശൻ വരുന്നത്. അങ്ങനെ അസിസ്റ്റന്റിന്റെ കയ്യിൽ അന്ന് നിങ്ങൾ വായിച്ച നോവലിന്റെ അടുത്ത ലക്കം വന്നിട്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു കോപ്പിയും കൊടുത്ത് നേരെ നമ്മുടെ ഡോണിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയത് 10 ലക്ഷമാണ്, ആ പൈസയും അതിന്റെ പലിശയും ഇരട്ടി ഞാൻ അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്കാകെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് എനിക്ക് അവസാനമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു 10,000 രൂപയാണ്. ഈ ഒരു പൈസ നിങ്ങൾക്ക് തരാൻ നോക്കുമ്പോൾ നിങ്ങൾ ഉള്ളിലല്ലേ, ഈ പൈസ ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ എത്തിച്ചേക്കാം. അപ്പോൾ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പോകാൻ ഒരുങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, സാർ ഒരു കാര്യം പറയാൻ വിട്ടോയി, നിങ്ങളുടെ കൂട്ടാളി ആ ഒരു പാണ്ഡയില്ലേ അവനെ ഞാനാ കൊന്നളഞ്ഞ്. അപ്പോൾ ഡോൺ ആണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്, എടാ ഇൻസ്പെക്ടറെ ഇതാ ഇങ്ങേരാ പോലും പാണ്ഡയെ കൊന്നളഞ്ഞ്, ഇയാളെ അറസ്റ്റ് ചെയ്യടോ. എന്നാൽ ആ സ്റ്റേഷനിലെ ആരും മറുത്തൊന്നും പറയാതെ അവരുടെ ജോലി നോക്കി അടങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മുടെ മുത്തശ്ശൻ ഇത് ആദ്യമായിട്ടല്ലോ, ഇതിനു മുമ്പ് ഒരിക്കലും വന്നിട്ട് ഇതുപോലെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ മുത്തശ്ശൻ നോവൽ വായിച്ചിട്ട് കളി പറയുന്നതാണെന്നാണ് എല്ലാ പോലീസും കരുതുന്നത്. അങ്ങനെ പോകുന്നതിന് മുൻപ് നമ്മുടെ ഇൻസ്പെക്ടർ നോക്കിയിട്ട് മുത്തശ്ശൻ ഒരു ചിരി ചിരിക്കുമ്പോൾ പോലീസുകാരനും മുത്തശ്ശനും ഒക്കെ ചിരിക്കുകയാണ്. അതായത് രണ്ടുപേരും രക്ഷപ്പെട്ടില്ലേ. അങ്ങനെ നേരെ അവര് വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു വീടും പൂട്ടിയിട്ട് അവര് മകളായിട്ട് കണ്ട കുഞ്ഞിപ്പെണ്ണ് നെയ്നിയില്ലേ അവള് വിളിച്ചിട്ട് അവളുടെ കയ്യില് ആ വീടിന്റെ ചാവി കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ആ വീട്ടിൽ നിങ്ങൾ താമസിക്കേണ്ട, ഇതാണ് നിങ്ങളുടെ വീട്. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കാശിയിലേക്ക് തീർത്ഥാടനത്തിന് അവർ പോവാണ്. അതായത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയല്ലോ, ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാൻ മനസ്സില്ലാത്ത അവരുടെ ഉള്ളിലുള്ള ആ കറ കഴുകിക്കളയാന് തീരുമാനിച്ചുകൊണ്ട് അവര് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു കഥ? ഞാൻ പറഞ്ഞ പോലെ ട്വിസ്റ്റുകളുടെ മാല പടക്കായിരുന്നില്ലേ, കിഷ്കിണ്ട കാണ്ഡം പോലെ, അതുപോലെ നമ്മുടെ ദൃശ്യം പോലെ അടിപൊളി വേറെ ലെവല് ട്വിസ്റ്റഡ് സിനിമ ആയിരുന്നില്ലേ. അപ്പോ ഈ കഥ ഇഷ്ടപ്പെട്ടാല് എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒന്നുമില്ലേ. ഇത് നിങ്ങളുടെ സ്വന്തം ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.